വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വളരെ തകൃതിയായിട്ട് പുരോഗമിക്കുന്നുവെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നത്. കർശന സുരക്ഷയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വൻ ആഘോഷമാക്കുകയാണ് കോൺഗ്രസിന്റെ പദ്ധതി. മേഘ്ന മുരളി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും തത്സമയം ചേരുന്നു. പറയൂ മേഘ്ന. കൃത്യമായി പറഞ്ഞാൽ 2011 ഇതേ ഒരു മെയ് മാസം 18-ാം തീയതിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിനുശേഷം 15 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഒരു കോൺഗ്രസ് സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. അതിന്റെ എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. സെക്രട്ടേറിയറ്റിന് തൊട്ട് പരിസരത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുകയും ചെയ്യുന്നത്. ഇവിടെ രാവും പകലുമെന്നില്ലാതെ ജീവനക്കാർ, തൊഴിലാളികൾ ജോലി ചെയ്യുകയാണ്. തിങ്കളാഴ്ച 18-ാം തീയതി രാവിലെ ആകുമ്പോഴേക്കും ഈ പണികളൊക്കെ പൂർത്തിയാക്കും. ഒരു വലിയ സ്റ്റേഡിയം തന്നെ ഒരുങ്ങുമെന്നുള്ളതാണ് ഇവിടെ നിന്ന് കോൺഗ്രസ് നേതൃത്വം അടക്കം പറയുന്നത്. തൊഴിലാളികൾ രാവും പകലുമെന്നില്ലാതെ ഇവിടെ ജോലി ചെയ്യുന്നു. ഇനി ഷീറ്റുകളൊക്കെ ഇടേണ്ട ഒരു പണി മാത്രമാണ് ബാക്കിയുള്ളത്. അതിൽ നാളെ രാവിലെ ഉച്ചയാവുമ്പോഴേക്ക് തന്നെ ഈ പണികളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേഡിയം പരിസരത്തും ഒരുക്കിയിട്ടുള്ളത്. 100,000-ൽ പരം പ്രവർത്തകർ തന്നെ, കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വരുമെന്നുള്ള കാര്യമാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത് ആരൊക്കെയാണ് VIP-കൾ എന്നുള്ളതാണ്. സൂപ്പർ സ്റ്റാർ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഈ ഒരു ചടങ്ങിലേക്ക് എത്തുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തെലങ്കാന മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, ഹിമാചൽ മുഖ്യമന്ത്രി ഒക്കെ ഈ ഒരു പരിപാടിയിലേക്ക് എത്തും. അതുപോലെ താരനിബിഡമായിരിക്കും ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയുള്ള ക്ഷണം അത് മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ള താരങ്ങൾക്കും ക്ഷണം പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവർത്തകർ അതുപോലെ തന്നെ VIP സാന്നിധ്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കുന്നുണ്ട്. കാരണം 10 വർഷങ്ങൾ അധികാരം നഷ്ടപ്പെട്ട ശേഷമുള്ള ഒരു തിരിച്ചുവരവാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അത് രാജകീയമായിരിക്കണം, പ്രൗഢഗംഭീരമായിരിക്കണം എന്നത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം. അങ്ങനെ തന്നെയാണ് അതിന്റെ മേഘന മുരളിയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.